me Shavin Shamsuddin. Welcome to Mallu Drone Traveler. Pendulum cutter. Kuli. Okay, അപ്പോൾ നമ്മളിന്ന് പോകുന്നത് സ്ഥലത്തിൻ്റെ പറഞ്ഞടാ കൈലാസഗിരി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. ഇടുക്കി ജില്ലയിലാണ്, കുമളിക്കടുത്താണ്. പാമ്പനാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇടത്തോട്ട് കയറി പോകണം. ഞാൻ അതിൻ്റെ വഴിയൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം. പരുന്തുംപാറ ഇതിന് തൊട്ടടുത്താട്ടോ. അധികം ആൾക്കാരൊന്നും കയറി എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലമാണ്. 1-2 വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളവിടെ പോയിട്ട് അവിടുത്തെ ഒരു വാട, അപ്പോൾ അവിടുത്തെ ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എത്താനുള്ള വഴിയെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് KK റോഡ് വഴിയാണ്. അതായത് കോട്ടയം കുമളി റോഡ് വഴിയാണ്. കോട്ടയം കുമളി റോഡിൽ കുട്ടിക്കാനം കഴിഞ്ഞിട്ട് പീരുമേട് കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ പാമ്പനാർ എന്ന് പറഞ്ഞ സ്ഥലം എത്തും. പാമ്പനാറിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് റൈറ്റ് എടുക്കുക. ആദ്യമേ കാണുന്ന റൈറ്റ്. ആ റൈറ്റ് എടുത്ത് പോകുന്ന വഴിക്ക് ആരോടേലും കൈലാസഗിരി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കാണിച്ചു തരും. പിന്നെ ഈ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ നല്ല വഴിയാണ്, ഓഫ് റോഡും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിപ്പം ഇടുക്കി ജില്ലയാണെങ്കിലും തമിഴ്നാടിനോട് അടുത്ത് കിടക്കുന്നതുകൊണ്ട് ഒരു തമിഴ് കൾച്ചറൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേക്കിനും അവിടെ ഒരു അമ്പലമൊക്കെ കണ്ടു. അമ്പലത്തിൽ കുറേ പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. വേറൊരു മൂഡ്, കുറേ ആൾക്കാരൊക്കെ കൂടി നിന്ന് എന്താ പറയുക, നമ്മുടെ പഴയ ഒരു ഗ്രാമത്തിൻ്റെ ഒക്കെ ഒരു സെറ്റപ്പ്. അപ്പോൾ അമ്പലത്തെപ്പറ്റി ഞാൻ അന്വേഷിച്ചു. അപ്പോൾ അത് മാരിയമ്മൻ ടെമ്പിൾ എന്നാണ് ആ അമ്പലത്തിൻ്റെ പേര്. അതായത് ഈ ഭദ്രകാളിയുടെ അനിയത്തിയാണ് ഈ മാരിയമ്മൻ എന്നാണ് അവിടെയുള്ളവരിൽ നിന്ന് അറിയാൻ പറ്റിയത്. അപ്പോൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ സർപ്പക്കാവൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ പാമ്പൊക്കെ ഉള്ളതാണ്. അങ്ങനെ ആ അമ്പലത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി. പോകുന്ന വഴിയൊക്കെ നല്ല രസമാണ്. കുറച്ച് ദൂരം അങ്ങ് ചെന്നപ്പം തേയിലത്തോട്ടമൊക്കെ തുടങ്ങി. അപ്പോൾ ഈ തേയിലത്തോട്ടത്തിലൂടെ പോകുന്ന വഴിക്ക് അങ്ങ് ദൂരെ ഒരു മലനിര കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പം അതാണ് കൈലാസഗിരി. നല്ല വഴികളാണ്, തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കൂടെ മൺ റോഡ്, നല്ല രസമാണ് ആ യാത്ര തന്നെ. കാർ കൊണ്ടുവരുന്നവർക്കൊന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് വലിയ ഓഫ് റോഡൊന്നുമില്ല. നമ്മൾ പോയപ്പോൾ തന്നെ കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ വഴി കണ്ട ഒരു ഷെഡിൽ കുറച്ച് നേരം നിന്നു. പിന്നെ സ്വയം റൈഡർ എന്ന് വിശേഷിപ്പിക്കുന്ന റോണിയുടെ വക ഷോയും എൻ്റെ വക വേറൊരു ചെറിയ ഷോയും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബൈക്കെടുത്ത് വീണ്ടും യാത്ര തുടങ്ങി. അധികം ദൂരമൊന്നുമില്ല, നമ്മളെ പാമ്പനാറിൽ നിന്ന് കൂടിപ്പോയ ഒരു 10 കിലോമീറ്റർ ദൂരം വരുള്ളൂ. ആ കാണുന്ന മലയാണ് കൈലാസഗിരി. അതിൻ്റെ മുകളിലാണ് നമ്മൾ കയറേണ്ടത്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ പയ്യെ നടന്നു തുടങ്ങി. ഇപ്പോൾ ഈ വഴി തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ഒരു ഐഡിയ ഉണ്ട്. ഈ പോകുന്ന വഴിക്ക് ഇങ്ങനെ ശൂലമുണ്ട്. ആ ശൂലം നോക്കി നേരെ വിട്ടാൽ മതി. അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിലെത്തി. ഏറ്റവും വലിയ മലയുടെ മുകളിലാണ് ഈ ഒരു അമ്പലം. അമ്പലം എന്ന് പറഞ്ഞാൽ അവിടെ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷേ ശിവരാത്രിയുടെ ദിവസം ഇവിടെ ഭയങ്കര പ്രത്യേകതയാണെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ അവിടെ എത്തി, ഏറ്റവും ടോപ്പിലെത്തി. ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വ്യൂ എന്ന് വെച്ചാൽ ഏലപ്പാറ ടൗണും വാഗമണ്ണും ആ ഏരിയ ഫുള്ള് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ ഈ കൈലാസഗിരിയെ പറ്റി പറയുകയാണെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ ധൈര്യമായിട്ട് വരാം, ഒരു പ്രശ്നമില്ല, സേഫാണ്. പിന്നെ വരുമ്പം കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ പ്ലാസ്റ്റിക്കോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അധികം ആൾക്കാർ വരാത്ത സ്ഥലമായതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറച്ച് ആൾക്കാർ ഇവിടെ എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
പിന്നെ ആ പാറപ്പുറത്ത് കുറേ നേരം നമ്മളിരുന്നു. ഒരു 3 മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്യുന്നു. നല്ല ക്ലൈമറ്റാണ്, ചെറിയ കാറ്റും തണുപ്പും. അത് നിങ്ങളിവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് ആളും ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു മൂഡാണ്. അങ്ങനെ ഈ കൈലാസഗിരിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ട്രാവൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ പിന്നെ ഞങ്ങളങ്ങ് വിട്ടേക്കുവാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.